എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ഒരു കപ്പാപ്പൻ ആളാണെങ്കിൽ രണ്ട് വലിയ കോടാലയൊക്കെ എടുത്ത് അങ്ങനെ ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കും. ലൂഫി ആണെങ്കിൽ അല്പസമയത്തിന് ശേഷം ആ ഫോഗിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ജോറോ ആണെങ്കിൽ അവന് ട്രാൻസ്ഫർമേഷൻ കണ്ട് ഹായ് ആയിട്ട് നിൽക്കും. പക്ഷേ അപ്പാപ്പൻ യാക്കിനാണെങ്കിൽ അത് വലിയൊരു ഷോക്കാണ്. കാരണം ലൂഫി ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അവൻ്റെ ഫിഫ്ത്ത് ഗിയറിലേക്കാണ് പോയിരിക്കുന്നത്. വൈറ്റ് ഹെയർ ഒക്കെ ആയി ഹായ് ആയി ഇപ്പം നമ്മുടെ ലൂഫി അവനങ്ങനെ അപ്പാപ്പനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ കടന്നു വരും. ജോറോയും കട്ടയ്ക്ക് അവനോടൊപ്പം തന്നെയുണ്ട്. അപ്പാപ്പനാണെങ്കിൽ ഏകദേശം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും. പക്ഷേ പക്ഷേ അപ്പാപ്പനാണെങ്കിൽ കാര്യമൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും ആറ്റിറ്റ്യൂഡ് വിട്ടുകൊടുക്കാതെ അങ്ങനെ ടെററായിട്ട് നിൽക്കും. ജോറോയും ലൂഫിയും അവർ 1 2 3 കൗണ്ടൊക്കെ എണ്ണി 100 110 സ്പീഡിൽ അപ്പാപ്പൻ്റെ അടുത്തേക്ക് വരികയാണ്. അവർ ക്ലോസ് തന്നെ താമസം. അപ്പാപ്പനാണെങ്കിൽ കൈ ഉയർത്തി കയ്യിലുണ്ടായിരുന്ന ആ 2 കോടാലിയും താഴേക്കിടും. ഞാൻ ക്വിറ്റ് ചെയ്യാണ്, എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല, ഞാൻ ഓൾറെഡി തോൽവി സമ്മതിച്ചു എന്ന് പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടുകയാണ്. അവരുടെ മൈൻഡ് ഷോക്കായി നിൽക്കുമെങ്കിലും ബോർഡ് നിൽക്കില്ല. കൺട്രോൾ പോയി ജോറോയും അതുപോലെ തന്നെ ലൂഫിയും അവർ തെറിച്ചു പോയി അങ്ങനെ അടിച്ചു വീഴുകയാണ്. ഇങ്ങനെ ഒരു വമ്പ ട്വിസ്റ്റ് അത് ലൂഫിയും സോറോയും മാത്രമല്ല ഞാനും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പാപ്പനാണെങ്കിൽ ഒരു ഫൈറ്റ് പോലും ചെയ്യാതെ ഈസി ആയിട്ട് കീഴടങ്ങി. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അതിന്റെ ഗുട്ടൻസ് അതെന്താണെന്ന് മനസ്സിലാവില്ല. ആ ഒരു വീണ വീഴ്ചയിൽ ചാടി എഴുന്നേറ്റ് ഇപ്പൊ പരസ്പരം മുഖത്തോട് മുഖം നോക്കും. എന്തുകൊണ്ടായിരിക്കും അപ്പാപ്പൻ ഫൈറ്റ് ചെയ്യാതെ കീഴടങ്ങിയെന്ന്. ലൂഫി ആണെങ്കിൽ ഫുൾ കലിപ്പിൽ ചോദിക്കും, എന്തുപറ്റി, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഫൈറ്റ് നിർത്തിയത്? നിങ്ങളെപ്പോലുള്ള ഒരു കിളവന് ഇത്ര അഹങ്കാരം പാടില്ല എന്ന് പറയും. അതിന് അപ്പാപ്പനാണെങ്കിൽ പൊട്ടിച്ചിരിക്കും, എന്തായാലും സാരമില്ല, അത് കഴിഞ്ഞില്ലേ, ഇത് വെറും ഒരു ഫൺ ഗെയിമായിട്ട് നീ കണ്ടാൽ മതി. നാമിക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര ആശ്വാസം. അവളാണെങ്കിൽ ശ്വാസമൊക്കെ വലിച്ചുവിട്ട് റിലാക്സ് ചെയ്യാണ്. ഒരു വിധത്തിൽ ആ ഫൈറ്റ് കഴിഞ്ഞു എന്ന് കരുതി. ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് ആ കീ തന്നു കഴിഞ്ഞു, പിന്നെന്തിനാണ് വീണ്ടും നിങ്ങൾ എന്നോട് ഫൈറ്റ് ചെയ്യാൻ വന്നതെന്ന് ചോദിക്കും. അപ്പോഴായിരിക്കും സോറോയും ലൂഫിയും തിരിഞ്ഞു നോക്കുക. അവരുടെ തൊട്ടുപുറകിൽ തന്നെ ആ കീ ഉണ്ട്. അവരാണെങ്കിൽ ഒരു സെക്കൻഡ് തലയ്ക്ക് കൈകൊടുത്ത് അവരെന്ത് മണ്ടന്മാരാണെന്ന് ചിന്തിക്കും. അതേസമയം റോഡോ ആണെങ്കിൽ എന്തോ ഒരു സത്യം അവരോട് പറയാൻ ശ്രമിക്കുകയാണ്. അത് മനസ്സിലാക്കിയ അപ്പാപ്പനാണെങ്കിൽ റോഡോട് പറയും, നീ ഇപ്പോൾ അത് അവരോട് പറയേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഈ പ്രോബ്ലം എല്ലാം സോൾവ് ആയതിനു ശേഷം നിങ്ങൾ പോകുന്നതിന് മുൻപ് എന്നെ വന്ന് കണ്ടാൽ മതിയെന്ന്. അപ്പാപ്പനാണെങ്കിൽ ഇപ്പം നമ്മുടെ ആൾക്കാരോട് പറയും. കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിലാണെങ്കിൽ ഷാങ്ക്സ് ഇപ്പം അപ്പാപ്പനോട് എന്തോ ഒന്ന് കാര്യമായിട്ട് പറയുകയാണ്. അത് കേട്ട് അപ്പാപ്പനാണെങ്കിൽ ചിരിക്കും. അദ്ദേഹമാണെങ്കിൽ ലൂഫിയെക്കുറിച്ചായിരിക്കും വളരെ കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവുക. ആദ്യം യാക്കിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു അത്ഭുതവും അവിശ്വാസവും ഒക്കെ തോന്നും. അതിന് ഷാങ്ക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് വിശ്വസിക്കാമെന്ന് പറയും. കട്ട് ചെയ്ത പ്രസന്റിൽ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ആളാണെങ്കിൽ ചിരിച്ചുകൊണ്ട് കടന്നു പോകും. അതേസമയം ഇവിടെ സ്കൂൾ കാണിക്കും. കുട്ടികളാണെങ്കിൽ ഓരോരോ വികൃതി അവിടെ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള കുട്ടികളാണെങ്കിൽ കാണാൻ ചെറുതാണെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ വലുതാണ്. വലിയ വലിയ മരത്തിന് മുകളിൽ കയറുക, വലിയ മരം പൊക്കി നിലത്തേക്കിടുക, അങ്ങനെ ഇമ്മിണി വലിയ കാര്യങ്ങളൊക്കെ അവരങ്ങനെ ചെയ്യുകയാണ്. അതിൽ ചില കുട്ടികളാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈബ്രറിയിൽ ഇപ്പോൾ 2 പെൺകുട്ടികളെ കാണിക്കും. ഒരു പെൺകുട്ടിയാണെങ്കിൽ കാര്യമായിട്ട് ബുക്സൊക്കെ വായിക്കുമ്പോൾ മറ്റൊരു പെൺകുട്ടി പുറത്ത് കുട്ടികൾ കളിക്കുന്നത് അതങ്ങനെ ഇമ വെട്ടാതെ നോക്കി നിൽക്കുകയാണ്. ആ പെണ്ണാണെങ്കിൽ ആ പഠിത്തക്കാരി പർപ്പിൾ പെണ്ണിനോട് പറയും, നമുക്കും അവരെ പോലെ അവരോടൊപ്പം പോയി കളിച്ചാലോ? അതിനവള് പറയും, അയ്യോ ഇല്ല ഇല്ല, ഒരുപാട് പഠിക്കാനുണ്ട്, നമുക്ക് നല്ല മിടുക്കരായിട്ട് പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങണമെന്ന് പറയും. അത് കേട്ട് അവളും ഇപ്പൊ പഠിക്കാനായിട്ട് ഒരുങ്ങുക. ക്യാമറ അങ്ങനെ സൂം ചെയ്ത് കാണിച്ച ഇപ്പൊ അതിൽ 2 ആൺപിള്ളേര് അവരും വളരെ കാര്യമായിട്ട് ബുക്സൊക്കെ തുറന്നു വെച്ച് ഉറങ്ങിക്കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും വളരെ സ്പീഡിൽ എന്തോന്ന് അവർക്ക് കുറുകയായിട്ട് പാസ് ചെയ്ത് പോകുന്നത് അവർ ശ്രദ്ധിക്കുക. 2 കുട്ടികളാണെങ്കിൽ അതെന്താണെന്ന് കാണും. അവരാണെങ്കിൽ ഓടി വന്ന് അവരുടെ ടീച്ചറിനോട് കാര്യം പറയാണ്. ടീച്ചറാണെങ്കിൽ പുറത്തേക്ക് വന്ന് നോക്കും. ഇതുപോലൊരു ബേർഡിനെ ഇതിനു മുൻപ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. വന്നത് ബേർഡല്ല, സാക്ഷാൽ ഷാംറോക്കാണ്. അവർ ഞൊട്ടിയിടയിൽ അവിടെ നിന്നും കടന്നു പോവാണ്. അതെവിടേക്ക് പോകുമെന്ന് ചിന്തിച്ച് അവരാണെങ്കിൽ ചുറ്റും നോക്കും. അവിടെ എവിടെയും അവരെ കാണാനില്ല. കട്ട് ചെയ്ത ഇവിടെ ഗുങ്കോ പെണ്ണാണെങ്കിൽ ഇപ്പോൾ ഷാംറോക്കുമായിട്ട് വലിയൊരു മലയുടെ മുകളിലേക്ക് വരികയാണ്. അവളാണെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കും, ഞാൻ സമ്മറിങ് അത് സ്റ്റാർട്ട് ചെയ്യട്ടെ? അദ്ദേഹമാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയും. ഉടനെ അവളാണെങ്കിൽ അവളുടെ പവർ റിലീസ് ചെയ്യും. അവളുടെ പവർ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു സമ്മറിങ് രൂപം അതവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അവളാണെങ്കിൽ ആ ഒരു സിമ്പിളിന് മുകളിലായിട്ട് അടുത്ത റിച്വൽ കൂടെ അങ്ങനെ നടത്തുകയാണ്. ഉടനെ ആരോ സംസാരിക്കുന്ന ശബ്ദം അവർ കേൾക്കും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് കാണിക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ സെയിൻ സമ്മർ. ആളാണെങ്കിൽ ബാത്റൂമിലൊക്കെ പോയി ഒന്ന് റിലാക്സ് ചെയ്ത് ഹായ് ആയിട്ട് ചെയറിലേക്ക് വന്നിരുന്നപ്പോഴേക്കും ഇവർ 2 പേരും ചേർന്ന് ടെലിപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഓ നോ, എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഗ്യാപ്പ് പോലും നിങ്ങൾ തന്നില്ലേ ചോദിച്ച് ആളങ്ങനെ ഇരിക്കും. ഈ ഒരാളും
നൈറ്റ്സ് ഓഫ് ഗോഡ്സിൽ ചേർന്ന ആളാണ്. ഓ, ഞാനിപ്പോൾ എവിടെയാണ്? എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇവിടെ പ്രോപ്പറായിട്ട് ഫുഡൊക്കെ കിട്ടുമോ? വിശപ്പ് എനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആളാണെങ്കിൽ പതിയെ എഴുന്നേൽക്കുകയാണ്. ആൾ എഴുന്നേറ്റ് വരുമ്പോഴായിരിക്കും ഓപ്പോസിറ്റ് മറ്റൊരുത്തൻ ഓടുന്നത് കാണുക. അവനും ഒരു നൈറ്റ് ഓഫ് ഗോഡാണ്. അവൻ്റെ തല ഡ്രാഗൻ്റേത് പോലെയും ബോഡി മനുഷ്യൻ്റേത് പോലുമാണ്. ബോഡി മനുഷ്യൻ്റേതും പോലെയാണ്. അവനും ഞാനിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ച് ചുറ്റും നോക്കും. അതാണെങ്കിൽ ആ സർക്കിളിന് ചുറ്റും ഓടിക്കളിക്കുമ്പോൾ ഇവിടെ ആ ഒരു കസേരയിലിരിക്കുന്ന ആളാണെങ്കിൽ പതിയെ എഴുന്നേൽക്കും. ഓ, എനിക്കിനി ഒന്ന് ഡ്രസ്സ് മാറ്റണം, അല്ലെങ്കിൽ ഒന്നുകൂടെ ബാത്റൂമിൽ പോകണം. വയസ്സായാൽ ഇങ്ങനെയാണ്, എപ്പോഴും ബാത്റൂമിൽ പോകാൻ തോന്നും. പക്ഷെ ഞാനിപ്പോൾ എവിടെയാണെന്ന് ചോദിച്ച് ആൾ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും കുങ്കോയെയും ഷാംറോക്കിനെയും ശ്രദ്ധിക്കുക. ഷാംറോക്കിനെയും കുങ്കോയും കണ്ട് നിങ്ങൾ രണ്ടുപേരും എന്താ എൻ്റെ വീട്ടിൽ? നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ ചോദിക്കും. അവർ രണ്ടുപേരും ടെററായിട്ട് തന്നെ അദ്ദേഹത്തിനെ നോക്കുമ്പോഴായിരിക്കും അത് തൻ്റെ വീടല്ല എന്നും ഇപ്പോൾ ഉള്ളത് ആ ഒരു എൽബോ ഫൈലാൻഡിലാണെന്നും അവർ രണ്ടുപേരും മനസ്സിലാക്കുക. ആളാണെങ്കിൽ താഴേക്ക് നോക്കും. സോഫയും ആളെയും മാത്രമല്ല ടെലിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഡ്രസ്സിൻ്റെ ആ ബോക്സ് കൂടെ ടെലിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. സാധാരണ നിങ്ങൾ എൻ്റെ ബോക്സ് ടെലിപ്പോർട്ട് ചെയ്യാറില്ല. ഇത്തവണ അത് ടെലിപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരമായെന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് ആളങ്ങനെ ഹായ് ആയിട്ടിടും. ഇതാ ജയൻസിൻ്റെ എൽബോ ഫൈലാൻഡ് അല്ലേ? മരങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെയുള്ള മനുഷ്യർ അവരത്രയധികം പവർഫുള്ളും വാരിയേഴ്സും ആണെന്ന്. ഷ്യാംറോക്ക് ആണെങ്കിൽ ഇപ്പോൾ ആ ഒരു ഡ്രാഗന്റെ തലയുള്ളവനോട് നീ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കും. അതിനവൻ പറയും, ഇപ്പോൾ അപ്പർ വേൾഡിൽ ഒരുപാട് പ്രോബ്ലംസ് നടക്കുകയാണ്, നിങ്ങളോട് തിരികെ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതറിയിക്കാനാണ് ഞാൻ വന്നത്. ഉടനെ ഷ്യാംറോക്ക് ആണെങ്കിൽ ആ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്ന അതേസമയം ഇവിടെ ഇദ്ദേഹമാണെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായിട്ട് വരും. നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഇത് ആക്ച്വലി നമ്മുടെ അധികാര പരിധിയിൽപ്പെടുന്ന സ്ഥലമല്ലല്ലോ. ഹറാൾഡിന്റെ കല്ലറയിൽ പൂക്കൾ സമർപ്പിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടിയാണോ നിങ്ങൾ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കും. ഉടനെ ഷാംറോക്ക് ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ അദ്ദേഹത്തോട് പറയും. ഷാംറോക്ക് ആണെങ്കിൽ പ്ലാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. അത് കേട്ട് ഇപ്പോൾ ആളാണെങ്കിൽ വാവ്, പ്ലാൻ ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നിന്നും ചില ജയൻസ് കുട്ടികളെ ഹോളി ലാൻഡിലേക്ക് തട്ടിക്കൊണ്ട് പോകണമല്ലേ? അതാണ് ഇപ്പോൾ നമ്മുടെ മിഷൻ. പക്ഷെ സത്യത്തിൽ അതത്ര എളുപ്പമാണോ? ഇവിടെയുള്ള കുട്ടികൾ സാധാരണ കുട്ടികളുടെ സൈസല്ല, ജയന്റ് കുട്ടികളാണ്. അവരത്ര ഈസി ആയിട്ട് തട്ടിക്കൊണ്ടു പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതിന് ഷാംറോക്ക് പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് കപ്പലിൽ അവരെ കൊണ്ടുപോവാം. ഷാംറോക്ക് ആണെങ്കിൽ അദ്ദേഹത്തോട് പറയും, നിങ്ങളുടെ പവർ ഉപയോഗിച്ച് എത്രയും വേഗം ആ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യണം. അതാണ് അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് ആ കുട്ടികളെ തന്നെ ടെററായി അങ്ങനെ നോക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.